നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കാസർഗോഡ് ജില്ലാതല അവാർഡുകൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന അവാർഡ് നിശ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വന്ദേ ഭാരത് ട്രെയിനിലെ ദേശഭക്തി ഗാനാലാപനത്തെ വിവാദമാക്കുന്നവർ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ്. മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കോടതി ജീവനക്കാർ ക്ഷമയും വിനയവും കാത്തുസൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. കേരള സിവിൽ ജുഡീഷ്യൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ 32ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നടന്നു. കേരളീയ ക്ഷേത്രവാദ്യ കലാരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ കലാചാര്യ ശ്രീ പനയാൽ ചന്ദ്രശേഖര മാരാർക്കും ശ്രീ പനയാൽ മോഹന മാരാർക്കും സുവർണ മുദ്രാ സമർപ്പണം. നവംബർ 11-ന് പനയാൽ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്ര സേവാ മന്ദിരത്തിലാണ് പരിപാടി. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ നവംബർ 1 മുതൽ ആരംഭിച്ച 30 തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനം സമാപിച്ചു. വെള്ളിത്തിരയിൽ 5 പതിറ്റാണ്ട് മുമ്പ് ഓളമുണ്ടാക്കിയ ഉമ്മാച്ചു തൃക്കരിപ്പൂർ തങ്കയത്ത് കഥാപ്രസംഗ രൂപത്തിൽ വീണ്ടും അരങ്ങിലെത്തി. NSS കരയോഗം പനത്തടി മേഖലാ സമ്മേളനം നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം MP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കാസർഗോഡ് ജില്ലാതല അവാർഡുകൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന അവാർഡ് നിശ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. അതിർവരമ്പുകൾ ഭേദിച്ച് വിജയം കരസ്ഥമാക്കിയ മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീയും കേരള വിഷനും എന്ന് ഉദ്ഘാടനം നിർവഹിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളുടെ കാസർഗോഡ് ജില്ലാതല വിതരണോദ്ഘാടനം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു. സേവനരംഗത്ത് അതിർവരമ്പുകൾ ഭേദിച്ച് വിജയം കരസ്ഥമാക്കിയ മഹാപ്രസ്ഥാനങ്ങളാണ് കുടുംബശ്രീയും കേരള വിഷനെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് അതുപയോഗിക്കാൻ നടത്താനായിട്ടും നമ്മുടെ നാട്ടിലില്ല. ഡോക്ടർമാരെ സഹായിക്കുന്നുണ്ട്, ദുരന്തങ്ങളുടെ പ്രവർത്തിക്കുന്നുണ്ട്, ഭാഷയിൽ അതിർവരമ്പുകൾ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തൊഴിൽ രംഗത്ത് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ സ്വതന്ത്ര ചിന്തയെ അത് ബാധിക്കുന്നുണ്ട്. നമ്മുടെ സ്വകാര്യതയിൽ അത് സാധാരണ ബാധിക്കുന്നുണ്ട്. അപ്പോ ഗുണവും ദോഷവും അങ്ങനെ നമുക്ക് എല്ലാവർക്കും പണ്ട് ഞങ്ങളുടെ കാലത്ത് ഒരു പെൺകുട്ടിയോട് സ്നേഹം തോന്നിയ രാത്രി അച്ഛനും അമ്മയും ഒരു പ്രേരണ സഹോദരനും സഹോദരനും അതന്നെ ഉറങ്ങാൻ ധൈര്യമാണ്. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. അതിന്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ അതിന്റെ സംഘാടകരെ അഭിനന്ദിക്കാനും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ആദരങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിപാടി സൂചിപ്പിക്കുകയാണ്. 10-27 വയസ്സായ ഒരു വലിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശ് IAS ആശംസയർപ്പിച്ച് സംസാരിച്ചു. കുടുംബശ്രീക്ക് കേരള വിഷൻ നൽകുന്ന പിന്തുണ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമാണെന്ന് H ദിനേശ് IAS പറഞ്ഞു. ഈ മാർച്ചിനകത്ത് 50 പ്രീമിയം കഫേ തുടങ്ങുന്നതാണ്. കാസർഗോഡ് തന്നെ മറ്റൊരു പ്രീമിയം കഫേ കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ വർഷം 184 ടെക്നോളജിയാണ് വാങ്ങിയത്.
കേരള വിഷൻ പബ്ലിക്കേഷന്റെ ആദ്യ പ്രസിദ്ധീകരണം ഷംനാഥ് പുതുശ്ശേരിയുടെ സംപ്രേക്ഷണ യോഗ്യമല്ലാത്ത കഥകൾ ചലച്ചിത്ര താരം അഡ്വക്കേറ്റ് സി ഷുക്കൂറിന് കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട്, കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർമാൻ വി രമേശൻ, സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, യെല്ലോ ക്ലൗഡ് ഫൗണ്ടർ ചെയർമാൻ ശിവപ്രസാദ് എം, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർമാരായ AG സുബ്രഹ്മണ്യൻ, ഷുക്കൂർ കോളിക്കര, KCCL ഡയറക്ടർ ലോഹിതാക്ഷൻ, കേരള വിഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV, ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, കേരള വിഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, CCN ചെയർമാൻ പ്രദീപ് കുമാർ K, MD മോഹനൻ TV, കേരള വിഷൻ ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുരസ്കാര വിതരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ, ടെലിവിഷൻ രംഗത്തെ കലാകാരന്മാർ അണിനിരന്ന വർണ്ണാഭമായ കലാസന്ധ്യയും ഒരുക്കി. ആനന്ദ് ശ്രീബാലയുടെ വില്ലിംഗ്ടൺ ഐലൻഡ് മ്യൂസിക് ബാൻഡ് ഒരുക്കിയ സംഗീത വിരുന്ന് അവാർഡ് നിശയ്ക്ക് മാറ്റേകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഭിമാന നേട്ടം കൈവരിച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് കേരള വിഷന്റെ ആദരം. വിവിധ മേഖലയിൽ മികവ് പുലർത്തിയ ജില്ലയിലെ 10 യൂണിറ്റുകൾക്ക് പുരസ്കാരവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. കേരള വിഷൻ ന്യൂസിന്റെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകൾ ഏർപ്പെടുത്തിയത്. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. വസ്ത്രം നിർമ്മാണ രംഗത്തെ മികവിന് കാദംബരി അപ്പാരൽ പാർക്ക് ബേഡെടുക്ക അർഹരായി. അവർക്ക് അവാർഡ് നൽകുന്നതിനായി രാജ്മോഹൻ സാറിനെ ക്ഷണിക്കുന്നു. സർ, പ്ലീസ് ഡു ദി ഓണേഴ്സ്. ഭക്ഷണ വിതരണ രംഗത്തെ വിജയ മാതൃകയിലൂടെ കഫേ കുടുംബശ്രീ പ്രീമിയം സിവിൽ സ്റ്റേഷൻ ചെങ്കള നേട്ടം കൈവരിച്ചു. ഒരുപാടധികം മനസ്സും വയറും ഒക്കെ നിറച്ചതിനുള്ള പുരസ്കാരമാണ് ബഹുമാനപ്പെട്ട MPയിൽ നിന്നും ഇവർ ഏറ്റുവാങ്ങുന്നത്. കഫേ ശ്രീ കുടുംബശ്രീ പ്രീമിയത്തിൽ നിന്നും ഭക്ഷണം ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി ലൗഡർ നിങ്ങൾക്ക് കൈയടിക്കാവുന്നതാണ്. ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടല്ലോ. ഊർജ്ജ സംരക്ഷണ മേഖലയിലെ മികവിന് പിലിക്കോട് ഗ്രാമകിരണം സ്ട്രീറ്റ് ലൈറ്റ് ആൻഡ് LED നിർമ്മാണ പരിപാലന യൂണിറ്റ് അർഹരായി. സംസ്കരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരം നേടിയ പതിറ്റാണ്ടുകളായി ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ കൈമുദ്ര പതിപ്പിച്ച ചട്ടഞ്ചാൽ സഫലം വനിതാ കശുവണ്ടി സംസ്കരണ സമിതിയും പുരസ്കാരത്തിന് അർഹരായി. കർമ്മ മേഖലയിൽ വ്യത്യസ്ത മാതൃക തെരഞ്ഞെടുത്ത വിജയം തീർത്ത ഭീമനടി സിഗ്നോര 2-വീലർ വർക്ക്ഷോപ്പ് സ്ത്രീ ശാക്തീകരണ രംഗത്തെ മികവിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. പോഷകാഹാര രംഗത്തെ വിജയഗാഥയ്ക്ക് അമൃതം സൊസൈറ്റി കാസർഗോഡ് അർഹരായി. 58 സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു കൺസോർഷ്യമാണ് കാസർഗോഡ് കുടുംബശ്രീ അമൃതം സൊസൈറ്റി. ടൂറിസം രംഗത്തെ മികവിന് യാത്രാശ്രീ ബേക്കൽ ഫോർട്ട് അർഹരായി. 13 സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ടൂറിസം പദ്ധതിയാണിത്. സ്ത്രീകൾക്കുള്ള ടൂർ പാക്കേജുകൾ അടക്കം വ്യത്യസ്തമായ കാൽവയ്പാണ് യാത്രാശ്രീയുടേത്. അച്ചടി രംഗത്തെ വിജയ നേട്ടത്തിന് ചട്ടഞ്ചാൽ സ്വാതി ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ് അർഹരായി. മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭക മാതൃകയ്ക്ക്
ബദിയടുക്ക അതിഥി യൂണിറ്റ് അർഹരായി. മാറുന്ന കാലത്തെ ഉൾക്കൊണ്ട് പുതിയ സേവന രംഗത്ത് വിജയമേനി തീർത്ത ചെമ്മനാട് സിഗ്നോടോസ് ടെക്നോളജിയും കുടുംബശ്രീ കേരള വിഷൻ മൈക്രോ പ്രൈസസ് അവാർഡിന് അർഹരായി. ജേതാക്കൾക്ക് ക്യാഷ് പ്രൈസും മെഡലും സാക്ഷ്യപത്രവും കൈമാറി. പുരസ്കാര വിതരണ ചടങ്ങിൽ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വന്ദേ ഭാരത് ട്രെയിനിലെ ദേശഭക്തി ഗാനാലാപനത്തെ വിവാദമാക്കുന്നവർ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ്. മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ ശില്പശാല കാസർഗോഡ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മന്ദിരത്തിൽ നടന്നു. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വന്ദേ ഭാരത് ട്രെയിനിലെ ദേശഭക്തി ഗാനാലാപനത്തെ വിവാദമാക്കുന്നവർ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരാണെന്നും നേരത്തെ ഭാരതമാതാവിൻ്റെ ഛായാചിത്രത്തിനു മുമ്പിലുള്ള പുഷ്പാർച്ചന വിവാദമാക്കിയതും ഇതേ കൂട്ടരാണെന്നും നവ്യ ഹരിദാസ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വനിതാക്ഷേമ പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ മാത്രമാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലയളവിൽ നടന്ന 2 സംഭവങ്ങൾ കേരളത്തിലെ സ്ത്രീ സമൂഹം സുരക്ഷിതമാണെന്ന സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം പൊള്ളയാണെന്നതിന്റെ തെളിവാണെന്ന് നവ്യ പറഞ്ഞു. എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിച്ചത്? അവർ വലിയൊരു തെറ്റ് ചെയ്തതുപോലെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് സംസ്ഥാന അവാർഡുകളൊക്കെ ലഭിക്കുന്ന ആളുകളുടെ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്നവരാണ്. പല വിമർശനങ്ങളും നേരിടുന്ന തരത്തിലുള്ള ഗാനരചയിതാക്കളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് ഗാനരചയിതാവ് എന്നുള്ള മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പല പല ആരോപണങ്ങളും നേരിട്ടിരുന്ന വ്യക്തി, ആ വ്യക്തിയൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ്. ചെറിയ കുട്ടികൾ ഗണഗീതം പാടിയതിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് പോസ്റ്റുകൾ ഇടുന്ന സോഷ്യൽ മീഡിയ ഒക്കെ നിറഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ആ ഗണഗീതമാണ് നമ്മൾ ഇന്നിവിടെ ആലപിച്ചത്. പുഷ്പാർച്ചന നടത്തിയതും ഗണഗീതം ആലപിച്ചതും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു നിർദ്ദേശം തന്നെയാണ്. കാരണം ഗണഗീതം എന്ന് പറയുന്നത് ആ ഗണഗീതത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചുകൊണ്ടല്ല നമ്മുടെ ഗണഗീതങ്ങൾ ഉള്ളത്. ആ ഗണഗീതത്തിൽ എടുത്തു പറയുന്നത് ഭാരത് മാതാവിനെയാണ്. നമ്മുടെ പൂർവികരായിരുന്ന ഈ ഭാരത സംസ്കാരത്തിന്റെ വക്താക്കളായിരുന്ന ആളുകളെയാണ്. സ്വാമി വിവേകാനന്ദനെയും സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന ശ്രീ ഭഗത് സിംഗിനെയും ഝാൻസി റാണിയെയും പോലെയുള്ള ധീര വനിതകളെയും ധീരന്മാരായിട്ടുള്ള പുരുഷന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗണഗീതം തയ്യാറാക്കുമ്പോൾ അതൊരു ദേശഭക്തി ഗാനമാണ്. മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KS രമണി അധ്യക്ഷത വഹിച്ചു. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, BJP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സതീഷ് ചന്ദ്ര ഭണ്ഡാരി, സവിത ടീച്ചർ, ജില്ലാ വൈസ് പ്രസിഡന്റ് HR സുകന്യ, ജില്ലാ ജനറൽ സെക്രട്ടറി N ബാബുരാജ്, ജില്ലാ സെക്രട്ടറിമാരായ പുഷ്പ ഗോപാലൻ, പ്രമീള മജൽ, ട്രഷറർ വീണ അരുൺ ഷെട്ടി, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറിമാരായ പ്രേമലത S, അനിത നായിക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോടതി ജീവനക്കാർ ക്ഷമയും വിനയവും കാത്തു സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. കേരള സിവിൽ ജുഡീഷ്യൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ 32ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ കേരള സിവിൽ ജുഡീഷ്യൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ 32ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നടന്നു. കേരള ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജുഡീഷ്യറിയുടെ ഒരു കാവൽ ഭടന്മാരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ അതിൻ്റെ പരിപാടിയിൽ ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഹൈക്കോടതി ജഡ്ജാണ് എന്നെനിക്ക് തോന്നി. രണ്ടാമത് തോന്നിയത്, ഈ സംസ്ഥാന സമ്മേളനം എൻ്റെ നാട്ടിലാണ് നടക്കുന്നത്. ഞാൻ പയ്യന്നൂരുകാരനാണ്. ഞാനിതിൻ്റെ ആതിഥേയനാകേണ്ട ആളാണ്. എൻ്റെ നാട്ടിലുള്ള ഒരു പരിപാടിയിൽ നിങ്ങളെല്ലാവരും തിരുവനന്തപുരം മുതൽ ഇങ്ങ് വരെയുള്ള ആൾക്കാർ വരുമ്പോൾ ഞാനില്ലെങ്കിൽ പിന്നെ എന്ത് ഹൈക്കോടതി ജഡ്ജാണ് എന്ന് എനിക്ക് തോന്നി.
ഇതിനൊക്കെ പുറമെ എൻ്റെ ഒരു സ്വകാര്യ സന്തോഷമാണ് ഈ സിവിൽ ജുഡീഷ്യൽ ഓർഗനൈസേഷനിലെ ആൾക്കാർ. KCJSO സംസ്ഥാന പ്രസിഡന്റ് EA ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യപ്രഭാഷണം നടത്തി. MLA-മാരായ E ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന്, ഓൾ ഇന്ത്യ ജുഡീഷ്യൽ എംപ്ലോയീസ് കോൺഫെഡറേഷൻ പ്രസിഡന്റ് രാജു ബായ്, P ബ്രഹ്മഭട്ട്, ഹോസ്റ്റർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് P നാരായണൻ, കാസർഗോഡ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് A ഗോപാലൻ നായർ, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ഓൾ ഇന്ത്യ ജുഡീഷ്യൽ എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി HA നാഗേഷ്, കാസർഗോഡ് അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ സെക്രട്ടറി V ബാബു എന്നിവർ സംസാരിച്ചു. KCJSO സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ജീവേഷ് സ്വാഗതവും സെക്രട്ടറി HV ദയാനന്ദ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളീയ ക്ഷേത്ര വാദ്യകലാരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ കലാചാര്യ ശ്രീ പനയാൽ ചന്ദ്രശേഖരമാരാർക്കും ശ്രീ പനയാൽ മോഹനമാരാർക്കും സുവർണ മുദ്രാ സമർപ്പണം നവംബർ 11 സമർപ്പിക്കും. പനയാൽ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്ര സേവാ മന്ദിരത്തിലാണ് പരിപാടി നടക്കുന്നത്. കേരളീയ ക്ഷേത്രവാദ്യ കലാരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ കലാചാര്യ ശ്രീ പനയാൽ ചന്ദ്രശേഖരമാരാർക്കും ശ്രീ പനയാൽ മോഹനമാരാർക്കും സുവർണമുദ്രാ സമർപ്പണം ചന്ദ്രമോഹനം എന്ന പേരിൽ പനയാൽ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്ര സേവാ മന്ദിരത്തിൽ വെച്ച് നവംബർ 11 സംഘടിപ്പിക്കും. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ CV സുരേഷ് അരവത്ത് അധ്യക്ഷത വഹിക്കും. കേരളീയ താളവാദ്യകലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്യോപകരണമായ ചെണ്ട എന്ന അശ്വവാദ്യത്തിന്റെ സ്വരമാക്കി സംഗീത സാർത്ഥമാക്കുന്ന അനുഗ്രഹീത വാദ്യകലാകാരന്മാരാണ് പനയാൽ ശ്രീ ചന്ദ്രശേഖരമാരാറും പനയാൽ ശ്രീ മോഹനമാരാറും. വാദ്യകലാ സഭയുടെ 50 വർഷക്കാലം വാദ്യകലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ അതുല്യ വാദ്യകലാകാരന്മാർ ഉത്തരമലബാറിൽ തന്നെ അറിയപ്പെടുന്ന കലാകാരന്മാരാണ്. വാദ്യകലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് പനയാൽ ശ്രേഷ്ഠ പൗരാവലിയും അതുപോലെ കലാസ്വാദകരും സഹപ്രവർത്തകരും ശിഷ്യന്മാരും നാട്ടുകാരും ചേർന്ന് ഈ വരുന്ന 11-ാം തീയതി പനയാൽ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്ര സേവാ മന്ദിരത്തിൽ വെച്ച് വാദ്യകലയിലെ പരമോന്നത ബഹുമതിയായ സുവർണമുദ്ര നൽകിക്കൊണ്ട് അവരെ ആദരിക്കുകയാണ്. ആ ഒരു ചടങ്ങിലേക്ക് കേരളത്തിലെ പ്രഗത്ഭരായ കലാ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ഘടകങ്ങളിൽപ്പെട്ട മുഴുവൻ മഹത് വ്യക്തികളും പങ്കെടുക്കുന്നു. മുഖ്യ രക്ഷാധികാരികളായ ബ്രഹ്മശ്രീ അരവത്ത് പത്മനാഭ തന്ത്രി, ബ്രഹ്മശ്രീ ഇരുവൽ കൃഷ്ണദാസ് വാഴുന്നവർ, ഗോകുലം ഗോശാല പിരിയിലെ ബ്രഹ്മശ്രീ വിഷ്ണു ഹെബ്ബാർ, പനയാൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂതിരി എന്നിവർ ദീപപ്രജ്വലനം നടത്തും. രാവിലെ 10 മണിക്ക് അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതരത്നം നടക്കും. വൈകുന്നേരം 3 മണിക്ക് വാദ്യശാരദ് മട്ടന്നൂർ ശ്രീരാജ് മാരാർ, വാദ്യ കലാനിധി ചിറക്കൽ നിതീഷ് മാരാർ എന്നിവർ അവതരിപ്പിക്കുന്ന ഇരട്ട തായമ്പക. വൈകുന്നേരം 4:30 സ്വീകരണ ഘോഷയാത്ര, തുടർന്ന് ഗുരുവന്ദനം. സമാദരണ സദസ്സ് തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉദുമ MLA CH കുഞ്ഞമ്പു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ എന്നിവർക്ക് സുവർണ മുദ്രാ സമർപ്പണം നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ശിവരാമൻ മേസ്ത്രി, വർക്കിംഗ് ചെയർമാൻ CV സുരേഷ്, ജനറൽ കൺവീനർ മണികണ്ഠൻ ഉപ്പിലിക്കൈ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അജയൻ പനയാൽ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ ബാബു പനയാൽ, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ കമ്മിറ്റി ചെയർമാൻ രഘു പനയാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ നവംബർ 1 മുതൽ ആരംഭിച്ച 30 തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനം സമാപിച്ചു. ആർക്കൈവ് ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ നവംബർ 1 മുതൽ ആരംഭിച്ച 30 തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനം സമാപിച്ചു. ആർക്കൈവ് ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ജില്ലയിൽ ആദ്യമായിട്ടാണ് 30 ചിത്രകാരന്മാരുടെ ഒന്നിച്ചുള്ള ചിത്ര പ്രദർശനം ഒരുക്കിയത്. സമാപന പരിപാടി പ്രമുഖ ചിത്രകലാ അധ്യാപകൻ ശ്യാമ ശശി ഉദ്ഘാടനം ചെയ്തു. എന്നല്ലാതെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവരൊരിക്കലും വരാറില്ല. അവരെപ്പോഴും അണിയറയ്ക്ക്
പിന്നിലാണ്. അവരൊരിക്കലും പുറത്തേക്ക് നമ്മൾ കാണാറില്ല സാധാരണ. പഴയ കമേഴ്സ്യൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫൈൻ ആർട്ട് രംഗത്തേക്ക് തീരെ ഇല്ല എന്ന് പറയാം. പക്ഷെ ഇപ്പോഴുള്ള എല്ലാ ചിത്രകാരന്മാരും എല്ലാ ആർട്ടിസ്റ്റുമാരും ചിത്രം വരയ്ക്കുന്നവരാണ്. അതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അത് നമ്മൾക്കൊരു വലിയ മുതൽക്കേടാണ്. ചിത്രം വരയ്ക്കുന്നവർ ഒരുപാട് ഈ കൂട്ടത്തിലുണ്ട്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണൻ രേഖിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വിനോദ് ശില്പി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുകുമാരൻ പൂച്ചക്കാട്, ജനൻ ജെ.സി, ബാലൻ സൗത്ത്, പരദ നാരായണൻ, രമേശൻ നീലേശ്വരം, ഉണ്ണികൃഷ്ണൻ അപർണ, സന്തോഷ് പള്ളിക്കര, ഗോപാലൻ മാങ്ങാട്, വിജയകുമാർ ചെറുവത്തൂർ, കേശവൻ പിലിക്കോട്, പ്രമോദ് ദർശന, സുഗു പള്ളം, ഗോപി രാമന്തളി, ജിതേഷ് ദൃശ്യ, ഗിരീഷ് നീലേശ്വരം എന്നിവർ സംസാരിച്ചു. പ്രദർശനം ആരംഭിച്ച ദിവസം തന്നെ ചിത്രം വിൽപ്പന നടത്തിയിരുന്നു. പ്രദർശനത്തിലെ 16 ചിത്രങ്ങളും വിൽപ്പന നടത്തിയിരിക്കുകയാണ്. ഇത് ചിത്രകലാകാരന്മാർക്ക് പുത്തൻ ഉണർവാണ് നൽകിയതെന്ന് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. സമാപന ദിവസം വാദ്യോപകരണങ്ങളുടെ സംഗീത സദസ്സ് നടന്നു. ഉണ്ണികൃഷ്ണൻ മടിക്കൈ, സോമശേഖരൻ വെള്ളിക്കോത്ത്, ഗോവർദ്ധൻ മയീച്ച, ദിയാലക്ഷ്മി, മോഹൻ ആനിക്കാടി, രാധാകൃഷ്ണൻ പുല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിത്തിരയിൽ 5 പതിറ്റാണ്ട് മുമ്പ് ഓളമുണ്ടാക്കിയ ഉമ്മാച്ചു തൃക്കരിപ്പൂർ തങ്കയത്ത് കഥാപ്രസംഗ രൂപത്തിൽ വീണ്ടും അരങ്ങിലെത്തി. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ബാബു കോടഞ്ചേരിയാണ് തൃക്കരിപ്പൂർ തങ്കയം MAM ഗ്രന്ഥാലയ അങ്കണത്തിൽ ഉമ്മാച്ചു അവതരിപ്പിച്ചത്. മലയാളത്തിലെ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബ് കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമാ കൊട്ടകകളിൽ ഓളമുണ്ടാക്കിയ ഉമ്മാച്ചു കഥാപ്രസംഗമായി അരങ്ങേറിയപ്പോൾ മാറിയ കാലത്തും ആസ്വാദകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. ഞങ്ങൾ മായനും വീരാനും ഉമ്മാച്ചു. പ്രിയരെ, സ്നേഹിതരെ, മലയാള നോവൽ സാഹിത്യത്തിലെ എക്കാലത്തെയും ഏറ്റവും ശ്രദ്ധേയമായൊരു നോവലിന്റെ പേരാണിത്, ഉമ്മാച്ചു. സൗഹൃദവും പ്രണയവും തിരസ്കരണവും എല്ലാം ചേർന്ന ഉമ്മാച്ചുവിന്റെ കഥയുടെ ആദ്യ അവതരണം കോഴിക്കോട് ജില്ലക്കാരനും കണ്ണൂർ ഏഴിമല നോവൽ അക്കാദമിയിലെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ പ്രവർത്തിക്കുന്ന ബാബു കോടഞ്ചേരി തൃക്കരിപ്പൂർ തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക ഗ്രന്ഥാലയം ഒരുക്കിയ വേദിയിലാണ് നടത്തിയത്. ഉമ്മാച്ചു എന്ന ചലച്ചിത്രം പുറത്തിറങ്ങി 5.5 പതിറ്റാണ്ടിലേക്ക് കടക്കുന്ന വേളയിൽ കഥാപ്രസംഗമായി അരങ്ങിലെത്തിയപ്പോൾ നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. 1.5 മണിക്കൂറിലധികം നീണ്ട കഥാപ്രസംഗാവതരണം കണ്ട് ആസ്വദിക്കാൻ 250-ലധികം പേർ എത്തിയെന്നത് ഈ കലാ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന സൂചനയും കൂടിയാണ്. 37 വർഷമായി 15-ൽ പരം കഥകൾ കേരളത്തിലെ 800-ൽ പരം വേദികളിൽ ബാബു കോടഞ്ചേരി ഇതിനകം അവതരിപ്പിച്ചിട്ടുണ്ട്. തങ്കയത്ത് നടന്ന ഉമ്മാച്ചുവിന്റെ ആദ്യ അവതരണത്തിന്റെ പിന്നണിയിൽ ചന്ദ്രൻ പണിക്കർ തബലയും ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് കീബോർഡും M കൃഷ്ണൻ ഹാർമോണിയവും ആവണി ടൈമിംഗും കൈകാര്യം ചെയ്തു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ കഥാപ്രസംഗത്തിനുള്ള അവാർഡ് നേടിയ പ്രമുഖ കാഥികൻ ബാബു കോടഞ്ചേരിയെ കഥാപ്രസംഗ വേദിയിൽ MAM ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സെക്രട്ടറി A സവിത അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക ക്ലബ് പ്രസിഡന്റും പ്രഭാഷകനുമായ കക്കുന്നം പത്മനാഭൻ പണിക്കർ കാഥികൻ ബാബു കോടഞ്ചേരിയെ പരിചയപ്പെടുത്തി. VM കൃഷ്ണൻ ഉപഹാരം സമർപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, ഗ്രന്ഥാലയം സെക്രട്ടറി PV കുഞ്ഞികൃഷ്ണൻ, KV മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. NSS കരയോഗം പനത്തടി മേഖലാ സമ്മേളനം നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം MP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു.
ഹോസ്ദുർഗ് താലൂക്ക് NSS കരയോഗം യൂണിയൻ പനത്തടി മേഖലാ സമ്മേളനം വളാന്തോട് മന്നം നഗറിൽ നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം MP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വനിതാ യൂണിയൻ പ്രസിഡന്റിന്റെ കരയോഗത്തിൽ 11 സംഘങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒട്ടനവധി സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ ഓരോ പ്രദേശത്തും നടക്കുന്നുണ്ട്. നമുക്കറിയാൻ സാധിക്കും നായർ സർവീസ് സൊസൈറ്റിയുടെ ആ പ്രദേശങ്ങൾ. ഇപ്പം എന്നെ പറ്റി പറയുമ്പോൾ നാരായണൻ നായർ സാർ പറഞ്ഞു പാനൂരിൽ നിന്നാണ് വരുന്നത്. പാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് രാഷ്ട്രീയ അതിപ്രസരമുള്ള ഒരു പ്രദേശമാണ്. NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് A. ബാലകൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി. NSS ഹോസ്ദുർഗ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K. പ്രഭാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ TR രാജൻ നായർ സമ്മേളന സന്ദേശം നൽകി. യൂണിയൻ സെക്രട്ടറി P. ജയപ്രകാശ്, വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ കോടോത്ത്, സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് M. നാരായണൻ നായർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷ, വൈസ് പ്രസിഡന്റ് B. ചന്ദ്രമതി അമ്മ, യൂണിയൻ കമ്മിറ്റി അംഗം M. സുകുമാരൻ, യൂണിയൻ ഇൻസ്പെക്ടർ O. രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. വളാന്തോട് ടൗണിൽ നിന്ന് മന്നം നഗറിലേക്ക് ഘോഷയാത്ര നടത്തി. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യം NFPE AIGDSU സംയുക്ത ഡിവിഷണൽ സമ്മേളനം നടന്നു. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക, GDS ജീവനക്കാരെ 8ാം ശമ്പള കമ്മീഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുക എന്നും NFPE AIGDSU സംയുക്ത ഡിവിഷണൽ സമ്മേളനം ആവശ്യപ്പെട്ടു. നവംബർ 9 ഞായറാഴ്ച കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ കേട്ടാൽ തിളക്കണം ചോര ജലം അങ്ങനല്ലേ പാടിയിട്ടുണ്ട്. ഭാരതം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം. ഓരോ കാര്യം കാണുമ്പോൾ അഭിമാനമാണോ ഭാരതത്തിൽ? കേരളത്തെ കുറിച്ച് ഞാൻ സ്വാമി വിവേകാനന്ദൻ ഇതുവഴി പോയപ്പോൾ കണ്ടു പറഞ്ഞത് ഓർമ്മയുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഇതുവഴി പോയി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ഹരി പതാക ഉയർത്തി. സമ്മേളനത്തിൽ കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി GR പ്രമോദ്, NFPE മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PV രാജേന്ദ്രൻ, NFPE അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് P. ശിവദാസ്, FSCTO ജില്ലാ സെക്രട്ടറി K. ഹരിദാസ്, GDS മുൻ സർക്കിൾ ട്രഷറർ മോഹനൻ, KP പ്രേംകുമാർ, ബാബുരാജൻ, വിൻസെന്റ് KV, ഉണ്ണികൃഷ്ണൻ K, CK അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. PV ശരത് സ്വാഗതവും C. രാഘവൻ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി യൂണിയൻ സെക്രട്ടറിയായി M. വിപിനെയും പ്രസിഡന്റായി KP പ്രേംകുമാറിനെയും ട്രഷററായി KP റിജുവിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU പത്മ യൂണിറ്റ് സമ്മേളനം നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ ക്ലബിൽ വെച്ച് നടന്നു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU പത്മ യൂണിറ്റ് സമ്മേളനം നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ ക്ലബിൽ വെച്ച് നടന്നു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. അംഗമായി ചേർന്ന് കഴിഞ്ഞാൽ നമ്മള് പെൻഷൻ 2000 രൂപ, മിനിമം പെൻഷൻ 2000 രൂപയാണ്. നമ്മൾ ആകെ അടക്കുന്നത് ഒരു മാസത്തേക്ക് 60 രൂപയാണ്. 60 രൂപ തൊഴിലാളി മാത്രം അടക്കുന്നതാണ്. മുതലാളി വിഹിതം 60, അത് മുതലാളി അടക്കുന്നതാണ്. അപ്പം ഈ ക്ഷേമനിധിൻ്റെ ഏറ്റവും വലിയ ഗുണമുള്ള ഒരു ക്ഷേമനിധിയാണ് നമ്മളെ മോട്ടോർ തൊഴിലാളികൾ. അതേമാതിരി സ്കോളർഷിപ്പ്, കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് നല്ല രീതിയിൽ നല്ല സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്, പഠന ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല ക്ഷേമനിധിയാണ്. നമ്മളെ തൊഴിലാളികൾ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാത്ത തൊഴിലാളികൾ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് രമേശൻ KV അധ്യക്ഷത വഹിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഇക്ബാൽ റോഡ് റീടാറിംഗ് ചെയ്ത് യാത്രക്കാർക്കും തൊഴിലാളികൾക്കും സുഗമമായ യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി P. രാഘവൻ, ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ, ഡിവിഷൻ പ്രസിഡന്റ് PR രാജു,
ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ ഷാജി നോർത്ത്, ഹരീഷ് പെരളം എന്നിവർ സംസാരിച്ചു. രക്തസാക്ഷി പ്രമേയം കെ വി രമേശൻ അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി വിജേഷ് പ്രവർത്തന റിപ്പോർട്ടും സ്വാഗതവും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കെ വി രമേശിനെയും വൈസ് പ്രസിഡന്റായി കാർത്തികേയനെയും സെക്രട്ടറിയായി ഷാജി നോർത്തിനെയും ജോയിന്റ് സെക്രട്ടറിയായി ബാബു കാറ്റാടിയെയും ട്രഷററായി ജയനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നിർമ്മിച്ച തുറന്ന വ്യായാമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നിർമ്മിച്ച തുറന്ന വ്യായാമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അതിൻ്റെ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ ഇതുപോലെ തുറന്ന വ്യായാമ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഒരു പുതിയ കാലത്ത് ജീവിതശൈലിയുടെയൊക്കെ ഭാഗമായി നമ്മൾ ഒട്ടേറെ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് പരിഹാരം നമുക്ക് നല്ല നിലയിലുള്ള ആരോഗ്യകരമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അതിന് അത്യന്താപേക്ഷിതമാണ് വ്യായാമം എന്നുള്ളത്. വ്യായാമം ചെയ്യാനും ഇപ്പോൾ ആളുകൾക്ക് സമയം കണ്ടെത്താൻ കഴിയാത്ത വളരെ വേഗതയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കെ വി ജയശ്രീ അധ്യക്ഷത വഹിച്ചു. രാധിക ടി വി, കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അശോകൻ രചന സ്വാഗതം പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സഹകരണ മേഖലയെ തകർക്കുന്ന പുതിയ ക്ലാസിഫിക്കേഷനും നിലവിലെ ചട്ടങ്ങളും നിയമങ്ങളും ജീവനക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് CV അജയൻ. KCEF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന നേതൃക്യാമ്പ് നടന്നു. KCEF ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹോസ്റ്റൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് ഏകദിന നേതൃക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് അജയൻ CV ഉദ്ഘാടനം ചെയ്തു. വലിയ ബോധം ആവശ്യമാണ്. നമ്മുടെ മേഖലയിലെ ജീവനക്കാരുടെ സംരക്ഷണം നമ്മുടെ കൈകളിലാണ് എന്നുള്ള ബോധം നമ്മുടെ ജീവിക്കുന്ന നേതാക്കന്മാർക്ക് ആവശ്യമാണ്. ഇന്ന് 2 ദിവസം കൊണ്ട് നമ്മുടെ ജീവനക്കാർക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നത്. ഇവിടെ ചെറിയ സെഷനെ കുറിച്ച് പ്രതിപാദിക്കുമെന്നാണ് അധ്യക്ഷൻ സൂചിപ്പിച്ചത്. കുറച്ച് കാലങ്ങളായി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച ആനുകൂല്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് സംഘടന, അതുപോലെ തന്നെ ജീവനക്കാർ. അതിൽ നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ മേഖലയിൽ കൈവച്ചത് പ്രൊമോഷൻ, ഉദ്യോഗ കയറ്റം സംബന്ധിച്ച വിഷയങ്ങളിലായിരുന്നു നമ്മുടെ ഗവൺമെന്റ് നമ്മൾക്കെതിരെ തിരിഞ്ഞത്. ക്യാമ്പിൽ ജില്ലാ പ്രസിഡന്റ് ജയൻ CE അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PK പ്രകാശ് കുമാർ മുഖ്യാതിഥിയായി. സംസ്ഥാന നിർവാഹക സമിതി അംഗം PK വിനോദ് കുമാർ സംസാരിച്ചു. നേതൃക്യാമ്പിന് JCS അന്താരാഷ്ട്ര പരിശീലകൻ V വേണുഗോപാൽ ക്ലാസ് എടുത്തു. വനിതാ ഫോറം സംസ്ഥാന കൺവീനർ ലത M, സംസ്ഥാന നിർവാഹക സമിതി അംഗം ശശാങ്കൻ AK, സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുള്ള AK, താലൂക്ക് പ്രസിഡന്റുമാരായ ജയദേവൻ KP, പ്രശാന്ത് കുമാർ U, ബാലകൃഷ്ണൻ മുളിയാർ, ജില്ലാ വനിതാ ഫോറം കൺവീനർ ഉദയഭാനു എന്നിവർ നേതൃത്വം നൽകി. സമാപനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റും മൊമന്റോയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OG ജതീഷ് നൽകി. യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ വിനു ചുള്ളിയിൽ, ജോമോൻ ജോസ്, ഉനൈസ് ബേഡകം, ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ, ജില്ലാ ട്രഷറർ സുധീഷ് കളത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിക്കും പ്രിയദർശിനി കലാകായിക സമിതിക്കും വേണ്ടി നിർമ്മിച്ച പ്രിയദർശിനി മന്ദിരത്തിന്റെ ഉദ്ഘാടനം 2025 ഡിസംബർ 25 മുതൽ 28 വരെ തീയതികളായി വിവിധ കലാപരിപാടികളോടെ നടക്കും. സാമ്പത്തിക സമാഹരണത്തിന്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു. പുല്ലൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിക്കും പ്രിയദർശിനി കലാകായിക സമിതിക്കും വേണ്ടി നിർമ്മിച്ച പ്രിയദർശിനി മന്ദിരത്തിന്റെ ഉദ്ഘാടനം 2025 ഡിസംബർ 25 മുതൽ 28 വരെ തീയതികളായി വിവിധ കലാകായിക പരിപാടികളോടെ നടക്കും. സാമ്പത്തിക സമാഹരണത്തിന്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു. ആദ്യ ഫണ്ട് സഹകരണ വകുപ്പിൽ നിന്നും അസിസ്റ്റന്റ് രജിസ്ട്രാറായി വിരമിച്ച K കുഞ്ഞമ്പു, ആയമ്പാറ സ്കൂളിൽ നിന്നും ഹെഡ് മിസ്ട്രസായി വിരമിച്ച VV നാരായണക്കുട്ടി ടീച്ചർ, ആദ്യ ഫണ്ട് സംഘാടക സമിതി ചെയർമാൻ C രാജൻ പെരേയ്ക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ചു നെഞ്ഞോട് പ്രസ്ഥാനത്തെ ചേർത്ത് പോകുന്ന ശ്രീ കുഞ്ഞമ്പോട്ടനെ പോലുള്ളവരെ വീട്ടിൽ വന്ന് കോൺഗ്രസിൻ്റെ ഫണ്ട് സ്വീകരിക്കുക എന്നത് ഏറ്റവും ധന്യമായ ഒരു കാര്യമായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു.
പ്രത്യേകിച്ചും ആയിരങ്ങൾക്ക് അക്ഷരാഭ്യാസം പറഞ്ഞു കൊടുത്ത ഇപ്പോഴും കോൺഗ്രസിനെ ആത്മാർത്ഥമായി നെഞ്ചിലിട്ടുന്ന നാരായണക്കുട്ടി ടീച്ചറെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മൾ മരിച്ചു പോകുമ്പോഴും നമ്മുടെ ഒരുപാട് സാമ്പത്തികമുണ്ടെങ്കിൽ തൻ്റെ പ്രസ്ഥാനത്തിന് അവസാന കാലഘട്ടത്തിലും കൂടി ഇങ്ങനെ സഹായിക്കണം. അവസാനം ഇനിയും 101 വയസ്സും അതുപോലെ തന്നെ 110 വയസ്സും വരെ രണ്ടാൾക്കും ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ മാതൃകയായി ഈ കുടുംബത്തെ ഞാൻ കാണുകയാണ്. ആ പ്രിയദർശിനി മന്ദിരം പുല്ലൂരിൽ ഉണ്ടായിരുന്ന കെട്ടിടം ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വിട്ടുകൊടുക്കുകയും അതിൻ്റെ നഷ്ടപരിഹാര തുക വെച്ചുകൊണ്ട് പുല്ലൂരിൽ കണ്ണാങ്കോട്ട് വണ്ണാർ വയൽ പ്രദേശത്ത് 14.5 സെൻറ്റ് സ്ഥലവും എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു ബിൽഡിങ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 173 ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ സ്ഥാപനം നിലനിർത്തുവാൻ വേണ്ടി ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ കോൺഗ്രസ്സുകാരും ഒന്നിച്ചു നിന്നതുകൊണ്ടും പരിപാടിയിൽ പുല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KV ഗോപാലൻ, പെരിയ ബാങ്ക് പ്രസിഡന്റ് T രാമകൃഷ്ണൻ, രക്ഷാധികാരി MV നാരായണൻ, K വേണുഗോപാലൻ, കൺവീനർ ദാമോദരൻ മധുരമ്പാടി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജ്യോതിരാജ് MV, കൺവീനർ K വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ MV പത്മനാഭൻ സ്വാഗതവും ട്രഷറർ T തമ്പാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് KSKTU പുല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം അഭിവാദ്യ ശൃംഖല സംഘടിപ്പിച്ചു. KTU ജില്ലാ ട്രഷറർ പള്ളിക്കൈ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് KSKTU പുല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം അഭിവാദ്യ ശൃംഖല സംഘടിപ്പിച്ചു. കേരളത്തിൽ നടന്ന പരിപാടി KSKTU ജില്ലാ ട്രഷറർ പള്ളിക്കൈ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഒരു പുതിയ പദ്ധതിയാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ സഹോദരിമാർക്ക് 1000 രൂപ മാസം തോറും നൽകും എന്നുകൂടി ഗവൺമെന്റ് പറഞ്ഞിരിക്കുക. 1000 രൂപ നൽകുമെന്ന് പറയുമ്പോൾ AAY കാർഡുകൾ, അതുപോലെ പിങ്ക് കാർഡുകൾ ഉള്ളവർക്ക് 31 ലക്ഷം ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് അത് ലഭിക്കുമെന്നാണ് ഗവൺമെന്റ് സൂചിപ്പിച്ചിരുന്നത്. വീട്ടമ്മമാർക്ക് പെൻഷൻ എന്നുള്ളത് നമ്മുടെ വാഗ്ദാനമായിരുന്നു. അത് വാഗ്ദാനം നിറവേറ്റുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിർബന്ധമായി നമ്മൾ സഹോദരിമാർ സഹായിക്കുന്നതിന് വേണ്ടി ഇത്തരം പദ്ധതികൾ കൊണ്ടുവന്നത്. നമുക്ക് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ വിഭാഗങ്ങളെ എങ്ങനെ സഹായിക്കാം, അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പലവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള അംഗൻവാടി ടീച്ചർമാർ, അംഗൻവാടി വർക്കർമാർ എന്നിവർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. വില്ലേജ് പ്രസിഡന്റ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി P കുഞ്ഞിക്കേളു സംസ്ഥാന സർക്കാരിനുള്ള നന്ദി പ്രമേയം അവതരിപ്പിച്ചു. K ശ്യാമള, മോഹനൻ എടമുണ്ട, K നിശാമണി, V പ്രേമ, ശാന്ത പുല്ലൂർ, രാധാ പുല്ലൂർ, T നിർമ്മല എന്നിവർ സംസാരിച്ചു. K ശ്രീജ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഏനപ്പോയ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ആൻഡ് കാസർഗോഡ് കറന്തക്കാട് ശിവാജി നഗർ ശ്രീ വീരഹനുമാൻ പ്രാദേശിക സേവാ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി ഉദ്ഘാടനം നിർവഹിച്ചു. ഏനപ്പോയ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, ശ്രീ വീരഹനുമാൻ റീജിയണൽ സർവീസ് കമ്മിറ്റി കറന്തക്കാട്, ശിവാജി നഗർ, കാസർഗോഡ് എന്നിവയുമായി സഹകരിച്ച് ആരോഗ്യ കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ്, ഇൻഫർമേഷൻ പ്രോഗ്രാം, സമ്പൂർണ്ണ കാൽമുട്ട്, ഇടുപ്പ്, സന്ധി മാറ്റിവയ്ക്കൽ ചികിത്സ എന്നിവ സംഘടിപ്പിച്ചു. കറന്തക്കാട് വീരഹനുമാൻ മന്ദിരത്തിൽ നടന്ന പരിപാടി ಕಾಸರಗೋಡು BJP ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ML ಅಶ್ವಿನಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಈಗಿನ ಒಂದು ಪೊಲ್ಯೂಷನ್ ಆಗಿರ್ಬೋದು, ಫುಡ್ಡಿನ ಇದಾಗಿರ್ಬೋದು, ಎಲ್ಲವನ್ನೂ ಕೂಡ ನಮ್ಗೆ ಆರೋಗ್ಯವನ್ನ ಆಚೆ ಈಚೆ ಮಾಡುವಂತ ಒಂದು ನಾವು ಇಲ್ಲಿ ತಲುಪಿದ್ದೇವೆ, ಪರಿಸ್ಥಿತಿಗೆ ಬಂದು ತಲುಪಿದ್ದೇವೆ. ಅದರಲ್ಲೂ ಕೂಡ ಕಾಸರಗೋಡು ಅಂತ ಹೇಳುವಂತದ್ದು ಗಡಿನಾಡ ಒಂದು ಜಿಲ್ಲೆ ಆಗಿದೆ. ಈಚೆ ಕೇರಳಕ್ಕೆ ಬೇಡ, ಈಚೆ ಕರ್ನಾಟಕಕ್ಕೆ ಬೇಡ ಅಂತ ಹೇಳುವಂತಹ ನತದೃಷ್ಟ ಜನರಾಗಿ ನಾವಿಲ್ಲಿ ಬದಲಾವಣೆ ಆಗಿದ್ದೇವೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಕೇರಳದಲ್ಲಿ ನಾವು ನೋಡುವ, ಇದು ಕೇರಳಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತಹ ಒಂದು ಜಿಲ್ಲೆ. ಯಾವುದೇ ರೀತಿಯಂತಹ ಒಂದು ಆರೋಗ್ಯಕ್ಕೆ ಬೇಕಾದಂತಹ ಒಂದು ಒಳ್ಳೆಯ ಹಾಸ್ಪಿಟಲ್ ನಮ್ಗೆ ಇಲ್ಲಿ ಇಲ್ಲ. ಒಂದು ಮಲ್ಟಿ ಸ್ಪೆಷಲಿಸ್ಟ್ ಹಾಸ್ಪಿಟಲ್ ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ನಾವು ಪಕ್ಕದ ರಾಜ್ಯ ಆದಂತಹ ಕರ್ನಾಟಕವನ್ನ ಆಶ್ರಯ ಮಾಡ್ತಾ ಇದ್ದೀವಿ.
ಅದರಲ್ಲೂ ಕೂಡ ಕರ್ನಾಟಕದಲ್ಲಿರುವಂತಹ ನಮ್ಮ ಈ ದಕ್ಷಿಣ ಕನ್ನಡದಲ್ಲಿರುವಂತಹ ಎಷ್ಟು ಹಾಸ್ಪಿಟಲ್ಗಳು ನಮಗೆ ಈಗ ಒಂದು ದಾರಿ ಕೊಟ್ಟ ಹಾಗೆ. ಅದರಲ್ಲೂ ಕೂಡ ಎನಪೋಯ ಅಂತ ಹೇಳುವಾಗ ನಿಜವಾಗ್ಲೂ ಎನಪೋಯ ಹಾಸ್ಪಿಟಲ್ ನಮ್ಗೆ ಎಲ್ಲಾ ರೀತಿಯಲ್ಲೂ ಕೂಡ ಬಹಳ ಉಪಕಾರ ಮಾಡ್ತಾ ಇದೆ. ಅವರ ಒಂದು ಸೇವೆಯನ್ನು ನಾವು ಮರೀಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಯಾಕೆ ಅಂತ ಹೇಳಿದ್ರೆ ಹೆಚ್ಚಾಗಿ ನಮ್ಮ ಜನರು ಆಶ್ರಯ ಪಡ್ತಾ ಇರುವಂತದ್ದು ಎನಪೋಯ ಹಾಸ್ಪಿಟಲ್. ನಾನು ಜಿಲ್ಲಾಧ್ಯಕ್ಷರಾಗಿ ಬಂದ ನಂತರ ಅದಕ್ಕಿಂತ ಮುಂಚೆ ಕೂಡ ಎನಪೋಯ ಹಾಸ್ಪಿಟಲ್ನಲ್ಲಿ ಏನಾದ್ರೂ ಒಂದು ವ್ಯವಸ್ಥೆ ಮಾಡಿಕೊಡಿ ಮೇಡಮ್ ಅಂತ ಕೇಳ್ತಾ ಇದ್ರು. ನಾವು ತಕ್ಷಣ ಅಲ್ಲಿದ್ದ ಸಿಬ್ಬಂದಿಗಳಿಗೆ ನಾವು ಬಂಧಪಟ್ಟು ಅದು ನಮ್ಗೆ ಆಗುವಂತ ಅಲ್ಲಿಂದ ಏನಾಗ್ತದೆ ಆ ಕೆಲಸ ಕಾರ್ಯಗಳನ್ನ ಮಾಡ್ಕೊಡ್ತಾ ಇದ್ರು. വീരഹനുമാൻ റീജിയണൽ സർവീസ് കമ്മിറ്റി പ്രസിഡന്റ് എ കേശവ അധ്യക്ഷത വഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണ സൂർലു, ഏനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രി ദേർലക്കട്ട സീനിയർ പ്രൊഫസറും ആർത്രോപ്ലാസ്റ്റി സർജനുമായ ഡോക്ടർ ഇംതിയാസ് അഹമ്മദ്, നിസാർ ഏനപ്പോയ തുടങ്ങിയവർ പങ്കെടുത്തു. ನಿಮ್ಗೆಲ್ರಿಗೂ ಗೊತ್ತಿರಬೇಕು ಗವರ್ಮೆಂಟ್ ಸ್ಕೀಮ್ಸ್ ಯಾವ್ದೆಲ್ಲ ಫ್ರೀ ಆಗಿ ಸಿಗ್ತದೆ. ಗವರ್ಮೆಂಟ್ ಸ್ಕೀಮ್ ನಿಮ್ಮ ಹತ್ರ ಇದ್ರೂ ಕೂಡ ಅದು ಅಪ್ಲೈ ಮಾಡಿ ಮೇಲೆ ಅಮೌಂಟ್ ಕಟ್ಟಲಿಕ್ಕೆ ಏನು ಇರಬಾರ್ದು. ಆ ರೀತಿ ಅದಿದ್ರೆ ಮಾತ್ರನೇ ಅದಕ್ಕೆ ಕಂಪ್ಲೀಟ್ಲಿ ಫ್ರೀ ಆಗಿ ನೀಡಲಿಕ್ಕಾಗುದು. ಗವರ್ಮೆಂಟ್ ಸ್ಕೀಮ್ ನಿಮ್ಮ ಹತ್ರ ಉಂಟು, ಮೇಲೆ ನೀವು 20, 50, 60 ಸಾವಿರ ಕಟ್ಟಬೇಕಾದ್ರೆ ಫ್ರೀ ಅಂತ ಅನಿಸ್ಲಿಕ್ಕಿಲ್ಲ. ಸೊ ಅದೇ ರೀತಿ ಎನಪೋಯ ಹಾಸ್ಪಿಟಲ್ ಅಲ್ಲಿ ನಿಮ್ಗೆ ಬ್ರೋಷರ್ ಇದೆ, ನೀವು ಅಲ್ಲಿಂದ ತಗೊಳ್ಬಹುದು. ಸೊ ಫಸ್ಟ್ ಆಫ್ ಆಲ್ ನಮ್ಮ ಕೇರಳದವರಿಗೆ ಏನೆಲ್ಲ ಫ್ರೀ ಉಂಟು, ಮ್ಯಾಮ್ ಹೇಳಿದ ಹಾಗೆ PMJY ಪ್ರಧಾನಮಂತ್ರಿ ಜನ ಆರೋಗ್ಯ ಯೋಜನಾ ಕಾರ್ಡ್ ನಿಮ್ಮ ಹತ್ರ ಇದೆ ಅಂದ್ರೆ ಅದು ನೀವು ಯಾವುದೇ ಒಂದು ಸರ್ಜರಿ ಇದ್ರೂ ಕೂಡ ಮೇಜರ್ ಆಗಿ ಬರೋ ಸರ್ಜರೀಸ್ಗೆ ನೀವು ಅಪ್ಲೈ ಮಾಡಬಹುದು. ಬಟ್ ಒಂದು ಕಂಡೀಷನ್ ಏನಂದ್ರೆ ಎನಪೋಯ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ವೆರಿಫಿಕೇಶನ್ ಸ್ವಲ್ಪ ಡೀಪ್ ಆಗಿರುತ್ತೆ. ಅದು ಆಧಾರ್ ಕಾರ್ಡ್ ಆಗಿರ್ಬೋದು, ರೇಷನ್ ಕಾರ್ಡ್ ಆಗಿರ್ಬೋದು. ಸೊ ಅದರ ಲಿಂಕ್ ಎಲ್ಲ ನಿಮ್ಗೆ ಕ್ಲಿಯರ್ ಆಗಿದ್ರೆ ನಿಮ್ಗೆ ಸರ್ಜರಿ ಫ್ರೀ ಆಗಿ ತಗೊಳ್ಬಹುದು. ಅದೇ ರೀತಿ ಮೆಡಿಸಿನ್ ಕೂಡ ಅವೈಲೇಬಲ್ ಆಗುತ್ತೆ, ಅದು ಕೂಡ ನೀವು ಅಪ್ಲೈ ಮಾಡಬಹುದು. ಅದೇ ರೀತಿ ಕಾನೂನು ಆರೋಗ್ಯ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಕೂಡ ಬರುತ್ತೆ. ಅದು ಅಲ್ಲದೆ ನಿಮ್ಗೆ ಅದರೊಟ್ಟಿಗೆ ಧರ್ಮಸ್ಥಳದ ಸಂಪೂರ್ಣ ಸುರಕ್ಷಾ ಕೂಡ ಎನಪೋಯ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಅವೈಲೇಬಲ್ ಇದೆ. ಪರ್ಟಿಕ್ಯುಲರ್ಲಿ ಆಯುಷ್ಮಾನ್ ಆರೋಗ್ಯ ಕಾರ್ಡ್ ಎಲ್ಲ ಇವನ್ ಕೇರಳ, ಕರ್ನಾಟಕ ಎರಡು ಸ್ಟೇಟಿನ ಆರೋಗ್ಯ ಕಾರ್ಡ್ ಕೂಡ ವ್ಯಾಲಿಡ್ ಇದೆ. ಮತ್ತು ತುಂಬಾ ಚಿಕಿತ್ಸೆಗಳು ಅಬ್ಸಲ್ಯೂಟ್ಲಿ ಫ್ರೀ, ಅಂದ್ರೆ ಏನು ಹಣ ಕೊಡಬೇಕಾಗಿಲ್ಲ. BPL ಮತ್ತು ಆಯುಷ್ಮಾನ್ ಕಾರ್ಡ್ ಇದ್ರೆ. ಅದಲ್ಲದೆ ಇವನ್ ಕಾರ್ಡ್ ಇಲ್ಲದಿದ್ದರೂ ಕೂಡ ತುಂಬಾ ಸರ್ಜರಿ ಭಾರಿ ರಿಯಾಯಿತಿ ದರದಲ್ಲಿ ಮಾಡ್ತೇವೆ. ಅಂದ್ರೆ ಪ್ರೈವೇಟ್ ಹಾಸ್ಪಿಟಲ್ಗೆ ಕಂಪೇರ್ ಮಾಡಿದ್ರೆ ಜಸ್ಟ್ ಅರೌಂಡ್ 25% ಚಾರ್ಜಸ್ ಮಾತ್ರ ಇರ್ಬೋದು, ಅಷ್ಟು ಕಡಿಮೆಯಲ್ಲಿ ಆಗುತ್ತದೆ. ಸೊ ಆರ್ಥಿಕವಾಗಿ ಪೂರ್ ಇರೋರಿಗೆ ಇದು ತುಂಬಾ ಬೆನಿಫಿಷಿಯಲ್. വീരഹനുമാൻ ബാലഗോകുലത്തിലെ കുട്ടികൾ പ്രാർത്ഥന ആലപിച്ചു. വീരഹനുമാൻ റീജിയണൽ സർവീസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രവീന്ദ്ര കറന്തക്കാട് സ്വാഗതം പറഞ്ഞു. വീരഹനുമാൻ മന്ദിരം ജനറൽ സെക്രട്ടറി മധുകർ നന്ദി പറഞ്ഞു. ഡോക്ടർ വൈ നിശാന്ത് ഷെട്ടിയുടെ നേതൃത്വത്തിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ രജിസ്ട്രേഷൻ ക്യാമ്പും തുടർന്ന് ഇൻഫർമേഷൻ പ്രോഗ്രാമും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. താളിക്കുണ്ട് താനത്തിങ്കാൽ ചെറിയ ഇടച്ചി വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം 2026 മാർച്ച് 10 മുതൽ 12 വരെ തീയതികളായി നടക്കും. ദേവപ്രശ്നചിന്തയും ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗവും ദേവസ്ഥാനത്ത് നടന്നു. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽപ്പെട്ട താളിക്കുണ്ട് താനത്തിങ്കാൽ ചെറിയ ഇടച്ചി വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം 2026 മാർച്ച് 10 മുതൽ 12 വരെ തീയതികളായി നടക്കും. ദേവപ്രശ്നചിന്തയും ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗവും ദേവസ്ഥാനത്ത് നടന്നു. ജോത്സ്യർ വിനോദ് കപ്പണക്കാൽ പ്രശ്നചിന്തയ്ക്ക് നേതൃത്വം നൽകി. മാർച്ച് 5-ന് കൂവമളക്കലും മാർച്ച് 8-ന് കലവറ നിറയ്ക്കൽ ചടങ്ങും നടക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ആ വിശ്വാസങ്ങളെ നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആവില്ല, സംസ്ഥാന ഗവൺമെന്റ് ആവില്ല, ദേവസ്വം ബോർഡുകൾക്കാവില്ല. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ തന്ത്രിമാരാണ്, ആചാര്യ സ്ഥാനീയന്മാർ. അതിൽ കൈകടത്താൻ മറ്റാർക്കും അവകാശമില്ല. ഞാൻ എത്രയോ കാലമായി ഒരു ഗാനം കേൾക്കുന്നു, യേശുദാസിന്റെ മനോഹരമായ ഒരു ഗാനം. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും. ഞാൻ ഈ അടുത്ത കാലത്ത് 3 ആഴ്ച അമേരിക്കയിൽ ഒരു പര്യടനം നടത്തി. ആ പര്യടനം നടക്കുമ്പോൾ ഡാലസ് എന്ന് പറയുന്ന സ്ഥലത്ത് യേശുദാസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നടക്കാതെ പോയ ഒരു ആഗ്രഹം അത് മാത്രമാണ്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. ദേവസ്ഥാന പ്രസിഡന്റ് കുമാരൻ വയ്യൂത്ത് അധ്യക്ഷത വഹിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ,
ബാലകൃഷ്ണൻ പെരിയ, എ വേലായുധൻ കൊടവലം, ചന്ദ്രൻ കരിച്ചേരി, കോയ്മ വി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ എ ഷീബ, സിന്ധു ബാബു, എം വി നാരായണൻ, അടോട്ട് പഴയസ്ഥാനം പ്രസിഡന്റ് ഹരിഹരൻ മൂലക്കണ്ടം, കെ വി കുഞ്ഞമ്പു, കെ വി അനിൽകുമാർ, വി നാരായണൻ, പി പരമേശ്വരൻ, ചന്ദ്രൻ മരുതളം, രാജൻ മധുരമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്ഥാന സെക്രട്ടറി വിശ്വൻ വയ്യോത്ത് സ്വാഗതവും എം വി നാരായണൻ പുല്ലൂർ നന്ദിയും പറഞ്ഞു. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ വിവിധ ദേവസ്ഥാനങ്ങളിലെ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായി സി രാജൻ പെരിയെ ചെയർമാനായും, കെ കുമാരൻ വയ്യോത്തിനെ കൺവീനറായും, രാജൻ മധുരമ്പാടിയെ ട്രഷററായും, വിശ്വൻ വയ്യോത്തിനെ കോർഡിനേറ്ററായും, ജാനകിയമ്മ മധുരമ്പാടിയെ മാതൃസമിതി ചെയർപേഴ്സണായും, എം നാരായണിയെ മാതൃസമിതി കൺവീനറായും, എ ഷീബയെ വർക്കിംഗ് ചെയർപേഴ്സണായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കോത്ത് അതിയാൽ തെരു ശ്രീ ചൂളിയാർ ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വെള്ളിക്കോത്ത് അതിയാൽ തെരു ശ്രീ ചൂളിയാർ ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പടവീരൻ തെയ്യം, കുണ്ടാർ ചാമുണ്ടി, പടിഞ്ഞാറൈ ചാമുണ്ടി, കൊട്ടിലങ്ങാട്ട് ഭഗവതി, വിഷ്ണുമൂർത്തി, ചൂളിയാർ ഭഗവതി, മൂവാളംകുഴി ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ആളുകളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കാസർഗോഡ് ജില്ലാതല അവാർഡുകൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന അവാർഡ് നിശ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വന്ദേ ഭാരത് ട്രെയിനിലെ ദേശഭക്തി ഗാനാലാപനത്തെ വിവാദമാക്കുന്നവർ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ്. മഹിളാ മോർച്ച കാസർഗോഡ് ജില്ലാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കോടതി ജീവനക്കാർ ക്ഷമയും വിനയവും കാത്തുസൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. കേരള സിവിൽ ജുഡീഷ്യൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ 32ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നടന്നു. കേരളീയ ക്ഷേത്രവാദ്യ കലാരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ കലാചാര്യ ശ്രീ പനയാൽ ചന്ദ്രശേഖര മാരാർക്കും ശ്രീ പനയാൽ മോഹന മാരാർക്കും സുവർണ മുദ്രാ സമർപ്പണം. നവംബർ 11 പനയാൽ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്ര സേവാ മന്ദിരത്തിലാണ് പരിപാടി. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ നവംബർ 1 മുതൽ ആരംഭിച്ച 30 തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനം സമാപിച്ചു. വെള്ളിത്തിരയിൽ 5 പതിറ്റാണ്ട് മുമ്പ് ഓളമുണ്ടാക്കിയ ഉമ്മാച്ചു തൃക്കരിപ്പൂർ തങ്കയത്ത് കഥാപ്രസംഗ രൂപത്തിൽ വീണ്ടും അരങ്ങിലെത്തി. NSS കരയോഗം പനത്തടി മേഖലാ സമ്മേളനം നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം MP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.